രണ്ട് എന്ന സംഖ്യയ്ക്ക് തിരുവചനം വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 700-ലധികം പ്രാവശ്യം രണ്ട് എന്ന സംഖ്യ തിരുവചനത്തിൽ കാണുന്നു. യേശു കർത്താവും രണ്ടിൻ്റെ കണക്ക് പലയിടങ്ങളിലും പല അവസരങ്ങളിലുമായി പറഞ്ഞിട്ടുണ്ട്. രണ്ട് വഴികൾ, രണ്ട് വാതിലുകൾ, രണ്ട് യജമാനന്മാർ, രണ്ട് വൃക്ഷങ്ങൾ, രണ്ട് വീടുകൾ, വയലിലായിരിക്കുന്ന 2 പേർ, തിരികല്ലിലായിരിക്കുന്ന 2 പേർ, കിടക്കയിലായിരിക്കുന്ന 2 പേർ, ഉപമയിലെ 2 പുത്രന്മാർ. ഇങ്ങനെ പോകുന്നു രണ്ടിൻ്റെ കണക്കുകൾ. വേദപുസ്തക സംഖ്യാശാസ്ത്രപ്രകാരം 2 എന്ന സംഖ്യ കാണിക്കുന്ന ഒരു ആശയം യൂണിറ്റി അഥവാ ഐക്യമാണ്. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത് എന്ന് സഭാപ്രസംഗി പറയുന്നു. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ വാക്യം, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെടുക എന്ന്. കൂടെ ആരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്നവനാണ്. എന്നാൽ 2 പേർ കൂടുന്ന ഇടത്ത് ഐക്യതയുണ്ടായിരിക്കണമെന്നത് ഒരു ആവശ്യകതയാണ്. അത് പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബ ബന്ധത്തിൽ, സാഹോദരിക ബന്ധത്തിൽ ഐക്യത അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. തിരുവചനം പറയുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഐക്യമായിരിക്കുക അത്ര എളുപ്പമായ കാര്യമല്ല എങ്കിലും അതിൻ്റെ ആവശ്യകത വളരെ പ്രാധാന്യമുള്ളതാകയാൽ അതിനായി നാം ആത്മാർത്ഥതയോടെ ശ്രമിക്കുന്നവരാകണം. തമ്മിൽ വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, ആരോഗ്യപരമായ തർക്കങ്ങളുണ്ടാകാം. എന്നാൽ നാം വിഘടിച്ച് നിൽക്കേണ്ടവരല്ല. പകരം ഐക്യത എന്നത് കാക്കപ്പെടേണ്ടതാണ്, സൂക്ഷിക്കപ്പെടേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടിയതാണ്. 2 പേർ തമ്മിൽ ഒത്തുകൂടുമ്പോൾ നമ്മുടെ വാക്കുകൾ, ഇടപാടുകൾ, പ്രവൃത്തികൾ ഒരു തരത്തിലും മറ്റേ വ്യക്തിക്ക് ഇടർച്ചയ്ക്കാർ കാരണമാകാതിരിക്കുവാൻ ശ്രമിക്കുന്നവരാകണം. എന്ന് വച്ചാൽ സമാധാന ബന്ധത്തിൽ എല്ലാം ചെയ്യുന്നവരായിരിക്കണം. ദ ബോണ്ട് ഓഫ് പീസ്, സമാധാന ബന്ധമാണ് നമ്മുടെ ഐക്യത്തെ ഒന്നിച്ച് നിർത്തുന്നത്. ബോണ്ട് എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം ബെൽറ്റിനെ അർത്ഥമാക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരം സമാധാനത്തിൻ്റെ ബെൽറ്റിൽ പൊതിഞ്ഞിരിക്കുന്നതായി ഇത് ചിത്രീകരിക്കുന്നു. സ്നേഹത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന സമാധാനം നമ്മുടെ കൂട്ടുബന്ധങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. വാസ്തവത്തിൽ കൾട്ടിവേറ്റിംഗ് ലവ്, സ്നേഹം നട്ടുവളർത്തുക എന്നത് ആത്മാവിൻ്റെ ഐക്യം സമാധാന ബന്ധത്തിൽ നിലനിർത്തുന്നതിനുള്ള പ്രധാന ഘടകമാണ്. ആയതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധരും പ്രിയപ്പെട്ടവരുമായ ജനമെന്ന നിലയിൽ അനുകമ്പ, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ നാം ധരിക്കുക. ഈ സദ്ഗുണങ്ങൾക്കെല്ലാം മീതെ സ്നേഹം ധരിക്കുക. സ്നേഹമാണ് ബാക്കിയുള്ളവയെല്ലാം സമ്പൂർണ്ണ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്നത്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.